നരിവേട്ടയിൽ 2 നായകന്മാരുണ്ടെന്നാണ് അനുരാജ് എന്നോട് പറഞ്ഞത്. ഒന്ന് ടൊവിനോയും ഒന്ന് ഈ പറഞ്ഞ താമി എന്ന് പറയുന്ന ക്യാരക്ടർ. താമിയെ കണ്ടുപിടിക്കലായിരുന്നു അതിലെനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. അത് ഈ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ വരെ അന്വേഷിച്ച് അരിച്ചു പെറുക്കിയിട്ടും താമി ഒറ്റ നോട്ടത്തിൽ നമുക്ക് താമി എന്ന് തോന്നുന്ന ഒരാളെ ഇതുവരെ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ വേറൊരു മീറ്റിങ്ങിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജാണ്. ചേട്ടാ എൻ്റെ പേര് പ്രണവ്, എനിക്കിങ്ങനെ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കിങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ എല്ലാ മെസ്സേജസും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എല്ലാവർക്കും കുത്തിയിരുന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ ഒരുവിധം എനിക്ക് ഈ കൊള്ളാലോ ഈ പ്രൊഫൈൽ എന്ന് തോന്നുന്ന ആൾക്കാരുടെ പ്രൊഫൈലൊക്കെ ഞാൻ എടുത്ത് നോട്ട് ചെയ്ത് മാറ്റി വെക്കാറുണ്ട്. അവരുടെ ലിങ്ക് എടുത്ത് ഞാൻ പ്രത്യേകം, ഇതൊന്നും അവർക്കറിയില്ല, പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇരുന്നിട്ട് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷെ എല്ലാവരെയും നോട്ട് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് വന്ന മെസ്സേജാണ് ഈ പ്രണവിൻ്റെ മെസ്സേജ്. ഞാൻ അപ്പോൾ തന്നെ പ്രണവിന് മെസ്സേജ് അയച്ചു, എൻ്റെ നമ്പർ ഒന്ന് അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പ്രണവ് തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പ്രണവിനോട് ഇപ്പം എവിടെ ഉള്ളതെന്ന് വെച്ചപ്പോൾ കോയമ്പത്തൂരോ അങ്ങനെ എവിടെയോ ആണ്, അർജൻറ്റായിട്ടൊന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഇവൻ ഇയാളിത് ഇതൊന്ന് ഇപ്പം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, ഇപ്പം തന്നെ കയറി വരാനോ എങ്ങോട്ട് വരാനോ പറയൂ, വാ ഇങ്ങനൊരു പരിപാടിയുണ്ട്, ശരി വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വണ്ടി കയറി വന്നപ്പോഴും പുള്ളിക്ക് കിട്ടുന്നില്ല. ഇതൊരു ഈ പടത്തിലെ ഒരു മെയിൻ ക്യാരക്ടറാണ്, ഹീറോ പരിപാടിയാണ് എന്നുള്ളതൊന്നും. അപ്പോഴേക്ക് ഇവർ വയനാടേക്ക് ഷിഫ്റ്റ് ചെയ്തു, അനുരാജും എല്ലാവരും. അപ്പോൾ ഇവന് പ്രണവിനെ നേരെ വയനാടേക്കാണ് വിട്ടത്. അവിടെ പോയി അവർ ഓഡിഷൻ പരിപാടികളൊക്കെ എടുത്തു.